ഹായ്. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ലവബിൾ എന്ന് പറഞ്ഞ AI വെബ്സൈറ്റ് അല്ലെങ്കിൽ AI ഏജന്റ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എങ്ങനെ ഭംഗിയുള്ള ഒരു പോർട്ട്ഫോളിയോ വെബ്സൈറ്റ് ഉണ്ടാക്കാമെന്നാണ്. ഈ പോർട്ട്ഫോളിയോ വെബ്സൈറ്റ് സാധാരണയായിട്ട് ഉണ്ടാക്കാറുള്ളത് IT മേഖലയിലുള്ള അല്ലെങ്കിൽ ടെക്നിക്കൽ ഫീൽഡിലുള്ള ആളുകളാണ്. പക്ഷേ ഇന്ന് AI വന്നതോടെ തന്നെ ഒരു പോർട്ട്ഫോളിയോ വെബ്സൈറ്റ്, അതായത് നമ്മുടെ എക്സ്പീരിയൻസസ്, നമ്മുടെ സ്കിൽസ്, നമ്മുടെ കഴിവുകൾ, നമ്മുടെ അക്കാദമിക് ബാക്ക്ഗ്രൗണ്ട് ഒക്കെ നമുക്ക് ഡിസ്പ്ലേ ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ലൊരു മാർഗ്ഗമാണ് പോർട്ട്ഫോളിയോ വെബ്സൈറ്റ്. അപ്പം AI വന്നതുകൂടി, പ്രത്യേകിച്ച് ഇപ്പൊ ലവബിൾ എന്ന് പറയുന്നത് ഈ ഒരു അസിസ്റ്റൻസ് അല്ലെങ്കിൽ AI അസിസ്റ്റന്റ് വന്നതോടെ അല്ലെങ്കിൽ AI ഏജന്റ് വന്നതോടുകൂടി തന്നെ നമുക്ക് ഒരു 5 മിനിറ്റ് ഉണ്ടെങ്കിൽ തന്നെ നമ്മുടെ റെസ്യൂം എന്ത് ചെയ്യാൻ പറ്റും, ഒരു മനോഹരമായ ഒരു ഭംഗിയുള്ള ഒരു പോർട്ട്ഫോളിയോ വെബ്സൈറ്റ് ആക്കാൻ പറ്റും. അതാണ് നമ്മളിപ്പോ ഇന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പൊ അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യുക, ലവബിൾ ഡോട്ട് ദേവ് എന്ന് പറയുന്ന വെബ്സൈറ്റിൽ പോവുക. എന്നിട്ട് അവിടെ ചാറ്റ് GPT വരും. നിങ്ങളൊക്കെ പലരും ചാറ്റ് GPT ഉപയോഗിച്ചിട്ടുണ്ടാവും. അതുപോലെ തന്നെ ഈ ലവബിൾ ഡോട്ട് ദേവ് എന്ന് പറയുന്ന ഈ ആപ്പിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് എന്താണോ വേണ്ടത്, പോർട്ട്ഫോളിയോ വെബ്സൈറ്റ് മാത്രമല്ല ഏത് തരത്തിലുള്ള വെബ്സൈറ്റ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ലവബിൾ ഡോട്ട് ദേവിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, അവിടെ നമ്മുടെ പ്രോമോ, നമ്മുടെ ആവശ്യം നമ്മൾ ഇൻപുട്ട് ചെയ്യുന്നു. അതിനുവേണ്ടി ടെക്സ്റ്റ് ബോക്സ് നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മുടെ ആവശ്യം, നമ്മുടെ പ്രോംപ്റ്റ് എൻ്റർ ചെയ്യുന്നു. ക്രിയേറ്റ് എ ടോപ്പ് നോച്ച് പോർട്ട്ഫോളിയോ വെബ്സൈറ്റ് ബേസ്ഡ് ഓൺ ഗിവൺ ഡീറ്റെയിൽസ്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, നമ്മളൊരു പോർട്ട്ഫോളിയോ വെബ്സൈറ്റ് ഉണ്ടാക്കാൻ പറഞ്ഞു, അതിന്റെ കൂടെ നമ്മളെ ഡീറ്റെയിൽസ് കൊടുക്കണം. എന്താണ് നമ്മുടെ ഡീറ്റെയിൽസ്? നമ്മുടെ പേരെന്താണ്, കോൺടാക്ട് ഇൻഫർമേഷൻ എന്താണ്, നമ്മുടെ അക്കാദമിക് ബാക്ക്ഗ്രൗണ്ട്. അപ്പൊ ഈ ഡീറ്റെയിൽസ് ഒക്കെ എവിടെ ഉണ്ടാവുക, നമ്മുടെ റെസ്യൂമിൽ ഉണ്ടാവുമല്ലേ. സോ നമ്മൾ ഓൾറെഡി നമുക്കൊരു റെസ്യൂം ഉണ്ടാവും. നമ്മൾ എന്ത് ചെയ്യുന്നു, ആ ഡീറ്റെയിൽസ് നമ്മൾ ഡയറക്റ്റ്ലി ഇവിടെ അറ്റാച്ച് ചെയ്യുന്ന നമ്മൾ ചെയ്യുന്നു, ചാറ്റ് ജിപിറ്റിയോട് ഇതൊന്ന് അറേഞ്ച് ചെയ്ത് തരാൻ പറയും. അതിനുവേണ്ടി നമ്മൾ ചെയ്യുന്നു, നമ്മൾ ചാറ്റ് ജിപിറ്റി എടുക്കുന്നു. അത് ചാറ്റ് ജിപിറ്റിയുടെ ഒരു ഫ്രീ വേർഷൻ ആണ്. നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ അവിടെ നമ്മുടെ റെസ്യൂം അറ്റാച്ച് ചെയ്യുന്നു. നമ്മുടെ ഏത് തരത്തിലുള്ള PDF ഫോർമാറ്റിലായിരിക്കും മിക്കവാറും റെസ്യൂം ഉണ്ടാവുക. നമ്മൾ എന്ത് ചെയ്യുന്നു, ആ PDF ഫോർമാറ്റോ അല്ലെങ്കിൽ വേർഡ് ഡോക്യുമെന്റോ അല്ലെങ്കിൽ ഏത് ഡോക്യുമെന്റുള്ള റെസ്യൂം നമ്മൾ എന്ത് ചെയ്യുന്നു, അപ്ലോഡ് ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ ചാറ്റ് ജിപിറ്റിയോട് പറയുന്നു, അറേഞ്ച് ദ ഡീറ്റെയിൽസ് ഇൻ ദിസ് റെസ്യൂമെ ടു ക്രിയേറ്റ് എ പോർട്ട്ഫോളിയോ വെബ്സൈറ്റ്. നമ്മൾ നമ്മുടെ ആവശ്യം തന്നെ എന്ത് ചെയ്യുന്നു, ചാറ്റ് ജിപിറ്റി പറയും. ചാറ്റ് ജിപിറ്റി എന്ത് ചെയ്യും, ഈ PDF ഫയൽ റീഡ് ചെയ്ത് അതിലെ ഡീറ്റെയിൽസ് എന്ത് ചെയ്യും, ഒരു പോർട്ട്ഫോളിയോ വെബ്സൈറ്റ് ഉണ്ടാക്കാനുള്ള രീതിയിൽ അറേഞ്ച് ചെയ്ത് തരും. അതാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത്. സോ നമ്മുടെ ലൊക്കേഷൻ, നമ്മുടെ ഫോൺ നമ്പർ, നമ്മുടെ ഇമെയിൽ, നമ്മുടെ ലിങ്ക്ഡിൻ പ്രൊഫൈൽ, നമ്മുടെ എഡ്യൂക്കേഷൻ, നമ്മുടെ പ്രൊഫഷണൽ എക്സ്പീരിയൻസ് എന്തൊക്കെയാണ്, നമ്മുടെ ടെക്നിക്കൽ സ്കില്ലുകൾ എന്തൊക്കെയാണ്, സർട്ടിഫിക്കേഷൻ എന്തൊക്കെയാണ്, ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്തു, ചാറ്റ് GPT നമുക്ക് വേണ്ടി അറേഞ്ച് ചെയ്തു തന്നു. എന്ത് ചെയ്തിട്ട്, നമ്മുടെ റെസ്യൂം റീഡ് ചെയ്തിട്ട്. സോ വി ഡോണ്ട് ഹാവ് ടു ഡു എനിത്തിങ്, നമ്മളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. സോ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇത് കോപ്പി ചെയ്യുന്നു, നേരെ തിരിച്ചു പോയി ലവബിളിൽ ഇൻപുട്ട് ചെയ്യുന്നു. അതായത് ഗിവൺ ഡീറ്റെയിൽസിന്റെ അടിയിൽ പോയി ഇത് കോപ്പി പേസ്റ്റ് ചെയ്യും. ഇത് കോപ്പി പേസ്റ്റ് ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മുടെ ലവബിളിന് സൈഡിൽ ഈ ഒരു ബട്ടൺ ഉണ്ട്, അത് പോയിട്ട് ക്ലിക്ക് ചെയ്യണം. സോ നമ്മൾ ആ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ എന്ത് ചെയ്യുന്നു, ലവബിൾ അതിന്റെ പണി തുടങ്ങി. സോ ലവബിൾ നോർമൽ എന്ത് ചെയ്യുന്നു, നമ്മൾ ഈ കൊടുത്ത ഡീറ്റെയിൽസ് ഒക്കെ വായിച്ചു നോക്കിയ ശേഷം ഒരു പോർട്ട്ഫോളിയോ ആപ്പ് അല്ലെങ്കിൽ പോർട്ട്ഫോളിയോ വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തിരിക്കും. സോ അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യണം, കുറച്ച് സമയം വെയിറ്റ് ചെയ്യണം. കാരണം ഇതൊരു ടൈം കൺസ്യൂമിംഗ് പ്രോസസ് ആണ്. ജസ്റ്റ് ചാറ്റ് GPT ഒരു റെസ്പോൺസ് തരുന്നത് പോലെ ലവബിൾ എന്ത് ചെയ്യൂല, ഒന്നും റെസ്പോൺസ് ചെയ്യൂല. നമ്മൾ അതിന് അതിൻ്റെതായ സമയം കൊടുക്കണം. നമുക്കിവിടെ കാണാൻ കഴിയുന്ന പോലെ തന്നെ ലവബിൾ എന്ത് ചെയ്തിരിക്കുന്നു, ഒരു ഭംഗിയുള്ള ഒരു പോർട്ട്ഫോളിയോ വെബ്സൈറ്റ് നമുക്ക് വേണ്ടി ഉണ്ടാക്കിയിട്ടുണ്ട്. അതിന്റെ പ്രിവ്യൂ നമുക്ക് ഇവിടെ കാണാൻ കഴിയും. സോ നമ്മൾ കൊടുത്ത ഡീറ്റെയിൽസ് ഒക്കെ വെച്ചിട്ടുണ്ട്, മനോഹരമായിട്ടുള്ള ഒരു പോർട്ട്ഫോളിയോ വെബ്സൈറ്റ് നമുക്ക് വേണ്ടി ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനിയിപ്പോ ഫോർ എക്സാമ്പിൾ നമുക്കൊരു ഫോട്ടോ ആഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, ഒന്നുമില്ല, ലവബിൾ പോയിട്ട് ഇവിടെ അറ്റാച്ച് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നമുക്ക് കാണാൻ കഴിയും. അറ്റാച്ച് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ ഫോട്ടോ, ഏതെങ്കിലും ഒരു ഫോട്ടോ ആഡ് ചെയ്യാൻ പറ്റും. ഞാൻ എൻ്റെ ഒരു ഫോട്ടോ ആഡ് ചെയ്യാൻ ഇവിടെ ഒരു ആനിമ, ഒരു അവതാറാണ് ഞാൻ ആഡ് ചെയ്യുന്നത്. അത് ലവബിളിനോട് പറയുന്നു, ദിസ് ഫോട്ടോ ടു ദിസ് പോർട്ട്ഫോളിയോ. അപ്പൊ എന്ത് ചെയ്യും, പിന്നെ നമ്മുടെ ലവബിൾ ഈ ഫോട്ടോ പോർട്ട്ഫോളിയോയിലേക്ക് ആഡ് ചെയ്യാൻ തുടങ്ങും. ഇനി നമുക്ക് നമ്മൾ ഉണ്ടാക്കിയ വെബ്സൈറ്റിന്റെ ഒരു പ്രിവ്യൂ കാണണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി, നമ്മളിവിടെ പോയിട്ട് റിവ്യൂ എന്നൊരു ഓപ്ഷൻ കാണാൻ പറ്റും. ഈ പ്രിവ്യൂ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പൊ നമുക്ക് എന്ത് ചെയ്യും, നമ്മൾ കഴിഞ്ഞ ഒരു ഐ മീൻ നമ്മൾ തൊട്ട് മുമ്പ് ഉണ്ടാക്കിയ വെബ്സൈറ്റിന്റെ, അതായത് ഫോട്ടോ ആഡ് ചെയ്യുന്നതിന് മുമ്പ് ഉണ്ടാക്കിയ വെബ്സൈറ്റിന്റെ പ്രിവ്യൂ നമുക്ക് ഇവിടെ ലോഡ് ആയിട്ട് വരുന്നത് കാണാൻ കഴിയും. സോ ഈ പ്രിവ്യൂ നോക്കുമ്പോൾ തന്നെ നമുക്ക് കാണാൻ കഴിയും ഇതൊരു ടോപ്പ് നോച്ച് വെബ്സൈറ്റ് ആണ്, അല്ലെങ്കിൽ ടോപ്പ് നോച്ച് പോർട്ട്ഫോളിയോ ആണെന്ന് കാണാൻ കഴിയും. കാരണം വളരെ നന്നായിട്ടാണ് ഇവിടെ നമ്മുടെ ഹോം പ്രൊഫൈൽ, നമ്മുടെ പ്രൊഫൈൽ എന്താണ്, നമ്മൾ ആരാണ്, നമ്മുടെ എഡ്യൂക്കേഷണൽ ബാക്ക്ഗ്രൗണ്ട് എന്താണ്, നമ്മുടെ എക്സ്പീരിയൻസ് എന്താണ്. എക്സ്പീരിയൻസ് രണ്ട് ഓപ്ഷൻ കണ്ടു. എന്റെ എക്സ്പീരിയൻസിന് AI ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റിൽ ഒരു ഓപ്ഷനും അതുപോലെ ടീച്ചിങ് ആൻഡ് ട്യൂട്ടറിൽ എന്താ വേറൊരു ഓപ്ഷൻ. സോ ഈ വെബ്സൈറ്റ് എന്താണ്, ഇന്ററാക്റ്റീവ് ആണ്. ആൻഡ് നമ്മുടെ സ്കിൽ എന്തൊക്കെയാണ്,
നമ്മുടെ കോൺടാക്ട് ഇൻഫർമേഷൻ ഒക്കെയാണ്. വേണമെങ്കിൽ നമുക്ക് പേഴ്സണലി എന്താ നമുക്ക് മെയിൽ അയക്കാം, ഓപ്ഷൻ ഉണ്ട്. പക്ഷെ ഇതിന് ബാക്ക് എൻഡ് നമ്മൾ അറ്റാച്ച് ചെയ്യണം. ബട്ട് ഇതിന്റെ ഫ്രണ്ട് എൻഡ് ഒക്കെ അടിപൊളിയായിട്ട് ഇവരോട് ചെയ്തു തന്നിട്ടുണ്ട്. അപ്പോൾ ലവബിൾ പോയി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയും എന്താ നമുക്കിവിടെ ഫോട്ടോ ആഡ് ചെയ്യുന്നത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും. ഈ പ്രിവ്യൂ നമ്മുടെ റീഫ്രഷ് ചെയ്ത് നോക്കുക. പ്രിവ്യൂ റീഫ്രഷ് ചെയ്ത് കഴിയുമ്പോൾ നമുക്കിത് മനസ്സിലാവും ഒരു ഫോട്ടോ ആഡ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാവും. വീണ്ടും നമ്മൾ വേണമെങ്കിൽ ഡയറക്ട്ലി പ്രിവ്യൂ നമുക്ക് ലോഡ് ചെയ്യാൻ പറ്റും. ഈ ചാറ്റിന്റെ ലെഫ്റ്റ് സൈഡിൽ നിന്ന് പ്രിവ്യൂ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത് കാണാൻ പറ്റും. ഇല്ല, ഇവിടെ അവർ ഫോട്ടോ ആഡ് ചെയ്യുന്ന ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഫോട്ടോ ലോഡ് ചെയ്ത് തരാൻ കുറച്ച് സമയം എടുക്കും. കണ്ടോ, ഈ ഫോട്ടോ ഇതിൽ ലോഡ് ചെയ്തു. അപ്പൊ നമ്മുടെ വെബ്സൈറ്റ് എന്താ, നമ്മുടെ പോർട്ട്ഫോളിയോ വെബ്സൈറ്റിന്റെ നമ്മൾ ജസ്റ്റ് എന്ത് ചെയ്തു, നമ്മുടെ റെസ്യൂം ജസ്റ്റ് ഒന്ന് ചാറ്റ് ജി പി ടിയിൽ ആഡ് ചെയ്തു. നമുക്ക് വേണേൽ ഡയറക്റ്റ് ലവബിൾ ആഡ് ചെയ്യാമെന്ന് തോന്നുന്നു. എന്നിട്ട് എന്ത് ചെയ്തു, നമ്മുടെ ഫോട്ടോ ആഡ് ചെയ്തു. വളരെ ഭംഗിയുള്ള ഒരു വെബ്സൈറ്റ് നമുക്ക് ലവബിൾ ഉണ്ടാക്കി തന്നിരിക്കുന്നു. ആൻഡ് ഈ വെബ്സൈറ്റ് ജസ്റ്റ് ലാപ്ടോപ്പിലോ അല്ലെങ്കിൽ നമ്മുടെ കമ്പ്യൂട്ടറിൽ മാത്രമായിരിക്കില്ല, നമ്മൾ ഒരു മൊബൈൽ ഫോണിൽ ഇപ്പം നമ്മുടെ കയ്യിൽ ഉപയോഗിക്കുന്ന, ഫോർ എക്സാമ്പിൾ നമ്മുടെ ഐഫോൺ 14 Pro Maxൽ ഇങ്ങനെ ആയിരിക്കും കാണുന്നത് ഈ വെബ്സൈറ്റ്. ഇനിയിപ്പോൾ നമ്മൾ ഉണ്ടാക്കിയ ഈ ഒരു വെബ് പേജ് അല്ലെങ്കിൽ പോർട്ട്ഫോളിയോ നമുക്ക് ബാക്കിയുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം. ജസ്റ്റ് നമുക്ക് ലവബിളിൽ മാത്രം കണ്ടാൽ പോരാ. അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഈ ലവബിൾ ആപ്പിന്റെ എഡിറ്ററിന്റെ ടോപ്പ് റൈറ്റ് കോർണറിലൂടെ നമുക്ക് പബ്ലിഷ് എന്നൊരു ഓപ്ഷൻ കൊടുക്കാൻ പറ്റും. ഒരുപാട് തരത്തിൽ നമുക്ക് പബ്ലിഷ് ചെയ്യാൻ പറ്റും. നമ്മൾ ഗിറ്റ്ഹബുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. സോ നമ്മളിവിടെ പബ്ലിഷ് കൊടുക്കുമ്പോൾ നമുക്ക് രണ്ട് ഓപ്ഷൻസ് വരും. ഫസ്റ്റ് ഓഫ് ഓൾ വി ക്യാൻ ആഡ് എ കസ്റ്റം ഡൊമൈൻ. നമുക്കൊരു കസ്റ്റം ഡൊമൈൻ ആഡ് ചെയ്യാൻ പറ്റും. അതായത് നമ്മൾ തന്നെ ഏതെങ്കിലും സർവീസിൽ നിന്ന് വാങ്ങിച്ച നമ്മുടെ കസ്റ്റം ഡൊമൈൻ ആഡ് ചെയ്യാൻ പറ്റും. ഇല്ലെങ്കിൽ നമുക്ക് ലവബിളിന്റെ ഡൊമൈനിൽ തന്നെ പബ്ലിഷ് ചെയ്യാൻ പറ്റും. സോ നമ്മൾ പബ്ലിഷ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ലവബിൾ നമ്മുടെ പോർട്ട്ഫോളിയോ ആപ്പ് എന്ത് ചെയ്യും, അത് അതിന്റെ തന്നെ ഡൊമൈനിൽ പബ്ലിഷ് ചെയ്യും. അങ്ങനെ നമുക്കൊരു ലിങ്ക് വരും. സോ വെയിറ്റ് ഫോർ ദാറ്റ്. അപ്പോൾ അത് പബ്ലിഷ് ചെയ്തു. ഇത് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ സൈഡിലത്തെ ആരോ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. സോ ലവബിളിന്റെ ഡൊമൈനിൽ ഹോസ്റ്റ് ചെയ്ത ആപ്പ് അല്ലെങ്കിൽ നമ്മുടെ പോർട്ട്ഫോളിയോ വെബ്സൈറ്റ് നമുക്കിവിടെ കാണാൻ പറ്റും. ആൻഡ് ദിസ് ഇസ് വെബ്സൈറ്റ്. ഇതിപ്പം ഓൾറെഡി ഡൊമൈനിലുണ്ട്. ആർക്ക് വേണമെങ്കിലും ഈ ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും, വെബ്സൈറ്റ് കാണാൻ പറ്റും. ഇനി നമുക്ക് ഈ ലിങ്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ എന്ത് ചെയ്താൽ മതി, നമ്മുടെ അഡ്രസ് ബാർ പോയിട്ട് എന്ത് ചെയ്താൽ മതി, ഇത് കോപ്പി ചെയ്താൽ മതി. കോപ്പി ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യാം, വേറൊരു ബ്രൗസറിൽ കയറി ഈ ലിങ്ക് വെറുതെ ക്ലിക്ക് ചെയ്ത് നോക്കാം. ഇത് വർക്ക് ആവുന്നുണ്ടോ ക്ലിക്ക് ചെയ്ത് നോക്കാം, നമുക്ക് കാണാൻ കഴിയും. അത് വളരെ പെട്ടെന്ന് തന്നെ ഓപ്പൺ ആയിട്ട് വരുന്നതായിട്ട് കാണാൻ പറ്റും. സോ ഈ ലിങ്ക് നമ്മൾക്ക് നമ്മുടെ റെസ്യൂമിൽ തന്നെ ആഡ് ചെയ്യാൻ പറ്റും. നമ്മുടെ പോർട്ട്ഫോളിയോ ആണെന്ന് പറഞ്ഞാൽ നമ്മുടെ ലിങ്ക്ഡിൻ പ്രൊഫൈൽ ആഡ് ചെയ്യാൻ പറ്റും. സോ ഈ ലിങ്ക് ക്ലിക്ക് ചെയ്യുന്ന ആർക്കും വളരെ ഭംഗിയായിട്ട് അറേഞ്ച് ചെയ്തിരിക്കുന്ന ഒരു പോർട്ട്ഫോളിയോ വെബ്സൈറ്റ് കാണാൻ പറ്റും.